ഇത് കണ്ടോ? സംഭവം പേപ്പർ റോസ് ആണ്. ഇതെന്താ ഇങ്ങനെ രണ്ട് കളറായിട്ടിരിക്കുന്നതെന്ന് അറിയോ? ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. അത്ര വലുതല്ല, എന്നാലും കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ റെഡ് റോസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് പേപ്പർ ഇല്ല. പിന്നെ നോർമൽ A4 പേപ്പറിൽ റെഡ് പെയിൻ്റ് ഒക്കെ അടിച്ച് അത് റെഡ് കളർ പേപ്പറാക്കി എടുത്തു. ആ പേപ്പർ ഫുള്ള് പെയിൻ്റ് അടിച്ച് റെഡാക്കാൻ നല്ല സമയമെടുത്തു. പിന്നെ ഞാൻ അതിൽ നിന്ന് പെറ്റൽസൊക്കെ കട്ട് ചെയ്തെടുത്തു. പേപ്പർ റോസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ടൊരു ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ബാക്ക് കട്ട് ചെയ്തിട്ട് അതിൽ പെറ്റൽസ് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഒട്ടിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത്രയും കൊണ്ടൊന്നും തികയൂല, ഇനിയും കുറേ പെറ്റൽസ് വേണ്ടി വരും. പക്ഷേ ഇനി വീണ്ടും A4 പേപ്പർ എടുത്ത് കളറൊക്കെ അടിച്ച് ഉണക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരു സമയമാവില്ലേ? ആ മടി കാരണം ഞാൻ ആ പരിപാടി അവിടെ നിർത്തി. ഇനി ചെയ്യുവാണെങ്കിൽ കറക്റ്റ് അളവും എണ്ണവും ഒക്കെ നോക്കിയിട്ടേ ചെയ്യുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു വീഡിയോയിൽ 40 പെറ്റൽസ് വേണമെന്ന് പറയുന്നത് കേട്ടു. എൻ്റെ ഒരു പഴയ പ്രോജക്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയ റോസ് പേപ്പറിൽ 40 പെറ്റൽസ് കൃത്യമായിട്ട് വെട്ടിയെടുത്തു. ഇപ്രാവശ്യം എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ പെറ്റൽസൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് പഴയ പോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് ബാക്ക് കളഞ്ഞിട്ട് അതിലൊട്ടിക്കാൻ തുടങ്ങി. ഇത് നല്ല കട്ടി കൂടിയ പേപ്പർ ആയതുകൊണ്ട് ഒട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ പല പല പശകൾ മാറി മാറി പരീക്ഷിച്ച് അവസാനം ഞാനത് ഒട്ടിച്ചെടുത്തു. അങ്ങനെ ഞാൻ എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുത്തു. എൻ്റെ കയ്യിലുള്ള പെറ്റൽസ് മുഴുവൻ തീർന്നു. പക്ഷേ ഞാൻ ഒട്ടിച്ചതിൻ്റെ കുഴപ്പമാണോ, ഞാൻ എടുത്ത ഗ്ലാസിൻ്റെ സൈസ് വ്യത്യാസം വന്നതാണോ എന്നറിയില്ല. തീർന്നിട്ട് നോക്കിയപ്പോഴാണ് നടുവിൽ നല്ലൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും പെറ്റൽസ് വേണ്ടി വരും. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കളർ പേപ്പർ ഇനിയില്ല. അപ്പോഴാണ് അവിടെ ടേബിളിൽ നമ്മൾ മുമ്പ് ഉപേക്ഷിച്ച ആ റെഡ് റോസ് കണ്ടത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അതെടുത്തിട്ട് ആ പെറ്റൽസ് എല്ലാം ഇളക്കി ഇതിൻ്റെ ബാക്കിലങ്ങ് ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ അവസാനം ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോഴും ആ വലിച്ചിളക്കി എടുത്തതിൻ്റെ പരിക്കുകളൊക്കെ ബാക്കിലുണ്ട്. ചില പെറ്റൽസൊക്കെ കീറുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു രസമൊക്കെ ഇല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ?